തെരഞ്ഞെടുപ്പ് കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ മഴക്കാല പൂർവ്വ ശുചീകരണം പലയിടത്തും നടന്നില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് മഴക്കാല രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഷിഗല്ലയുടെ പശ്ചാത്തലത്തിൽ വൃത്തിഹീനമായ തട്ടുകടകൾ പൂട്ടും. ഇത് സംബന്ധിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും കെ മുരളീധരൻ പറഞ്ഞു. പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ക്ലീനിങ് നടത്തും. ക്ലീനിങ് ഒക്കെ മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ പകർച്ചപ്പനി ഉണ്ടാവില്ല. ഇപ്പം ഇത് മാത്രമല്ല, എലിപ്പനിയുണ്ട്, ഡെങ്കിപ്പനിയുണ്ട്. അപ്പം ഇതൊക്കെ കാരണം കഴിഞ്ഞ കുറച്ചു കാലം ഇലക്ഷൻ മൂഡിലായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. ക്ലീനിങ് നടത്തിയാൽ പെരുമാറ്റം ലംഘനാവും. ഇതിൻ്റെ ഒക്കെ ദോഷമാണ്. ഇപ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. പകർച്ചപ്പനികളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നിപ്പോൾ ചാനലിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പകർച്ചപ്പനികളുടെ കണക്ക്. ശരിയാ, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല, അനുബന്ധ വകുപ്പുകളും സഹായിക്കണം. ഈ രോഗം ഉണ്ടാക്കുന്നത് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷങ്ങളാണ്. ഞാൻ ഒരു കാര്യം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന തട്ടുകടകൾ കൂട്ടിച്ചാൽ മതി. കെ ടി വിബീഷ് വിശദാംശങ്ങളുമായി. വിബീഷ്, ഇപ്പോൾ ഇലക്ഷൻ കാരണമാണെങ്കിൽ കൂടിയും ഇക്കുറി കാര്യമായ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തി നടന്നിട്ടില്ല എന്ന് മന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് എന്താണ് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത്? അതെ സൈഫു, ആരോഗ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ഉണ്ട്, അവ പകർന്നു പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ്. ഇത്തവണ അതായത് മഴക്കാല പൂർവ്വ ശുചീകരണം വേണ്ടത്ര തരത്തിൽ നടന്നിട്ടില്ല. അതായത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിന് മുൻകൈ എടുക്കാറ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും അതിൻ്റെ കാര്യങ്ങളിലായി പോയി. അതുകൊണ്ട് വേണ്ട തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ ഇടപെട്ടില്ല. അതുകൊണ്ട് പല ഭാഗത്തും മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല. അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളടക്കം പല ഭാഗത്തുമുണ്ട്. ഇതാണ് രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള പ്രധാന സാഹചര്യമായി കണ്ടെത്തി അദ്ദേഹം മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ മന്ത്രി മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കി. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണവും മറ്റു ശുചീകരണ പ്രവർത്തനങ്ങളും പ്രാഥമികമായി നടത്തുന്നതിന് എല്ലാ ജില്ലകൾക്കും ഓരോ കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ആവില്ല. എല്ലാ വകുപ്പുകളും, അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ അടക്കമുള്ള വകുപ്പുകൾ ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി. സംസ്ഥാനത്ത് ഷിഗല്ല ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെയും ഈ രോഗമുണ്ട്. എന്നിരുന്നാലും മലിനീകരണമായ സാഹചര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഉള്ള സാഹചര്യങ്ങൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണെങ്കിൽ അവ പൂട്ടിക്കുക തന്നെ ചെയ്യും. ഇതിന് ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അടക്കമുള്ളവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. സൈഫോ. ശരി വിബീഷ്.